CPM-ന്റെ കോട്ടക്കൊത്തളങ്ങൾ വരെ തകർന്നു വീണ തെരഞ്ഞെടുപ്പായിരുന്നു നിയമസഭയിലേക്ക് നടന്നത്. ആ പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു DCC ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി. ഒരു പ്രദേശത്ത് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ പാർട്ടിയെ വളർത്തിയ അച്ഛൻ്റെ മകൻ. ഒരുപാട് തീഷ്ണവും സംഘർഷഭരിതവുമായ ഒരു ബാല്യകാലമുണ്ടായിരുന്നു രാജീവൻ കപ്പച്ചേരിക്ക്. അച്ഛനെ തേടി രാഷ്ട്രീയ എതിരാളികൾ വീട് വളഞ്ഞ അനുഭവങ്ങൾ. അതോടൊപ്പം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ. ഇതെല്ലാം പങ്കുവെക്കുകയാണ് രാജീവൻ കപ്പച്ചേരി. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് DCC ജനറൽ സെക്രട്ടറി കൂടിയായ രാജീവൻ കപ്പച്ചേരിയാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി മണ്ഡലത്തിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. CPM-ന്റെ കോട്ട. വലിയ അനുഭവങ്ങൾ ആ തെരഞ്ഞെടുപ്പ് താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്താണ് താങ്കളുടെ ബാല്യകാലം എന്ന് കേട്ടിട്ടുണ്ട്. നാരായണൻ കപ്പച്ചേരി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൻ പ്രാദേശികമായി ഒറ്റയാൾ പോരാട്ടത്തിലൂടെ പട്ടുവം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അദ്ദേഹം നടത്തിയ ആ പ്രവർത്തനങ്ങൾ അവിടുത്തെ ഓരോ ആളുകളോടും സംസാരിക്കുമ്പോൾ 100 നാവായാണ് നമ്മളോട് പറയാറുള്ളത്. ആ ബാല്യകാലം അത് എങ്ങനെയായിരുന്നു? വലിയ സംഘർഷത്തിന്റെ നടുവിൽ തന്നെയായിരുന്നു ആ ബാല്യം. രാഷ്ട്രീയം പ്രവർത്തനം ബാല്യകാലം ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ഏറെ സംഘർഷഭരിതമായ ഒരു ജീവിതം തന്നെയായിരുന്നു ആ ചെറിയ 4ാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, ഏകദേശം 4ാം ക്ലാസ് മുതൽ ഓർമ്മിക്കുന്ന കാലം മുതൽ ഇങ്ങോട്ട് കാണാൻ സാധിച്ചത്. കാരണം എൻ്റെ പിതാവ് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അബ്കാരി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെട്ട ചില തൊഴിൽ പ്രശ്നങ്ങൾ വരും. വീട്ടുപടിക്കൽ പോലും ധർണ നടത്തുന്ന CPM-ൻ്റെ നേതൃത്വത്തിൽ ധർണ നടത്തുകയും അങ്ങനെ വല്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ജോലി പോലും രാജിവെച്ച് CPM-നെതിരെ പൊരുതാൻ ഇറങ്ങിയ ഒരു രാഷ്ട്രീയ നേതാവാണ് എൻ്റെ പിതാവ്. പോലീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് വന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പിന്നീട് നടന്നതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ജീവിതത്തിലെ എൻ്റെ പിതാവിൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഏറെ ഭൂമിയുള്ള ഒരു പിതാവിനും കുടുംബത്തിനും ഭൂമി ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അമ്മയ്ക്ക് പൂമംഗലത്താണ് വീട്. അവിടെ അമ്മയുടെ അച്ഛനൊക്കെ 99 ഏക്കർ ഭൂമിയോളം സ്വന്തമായി വസ്തുവകയുള്ളത്. അമ്മക്ക് തന്നെ 10 ഏക്കർക്കധികം ഭൂമി കൊടുത്തായിരുന്നു. എല്ലാം ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ബാല്യകാലത്ത് തന്നെ ഇതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ മാത്രമല്ല, എത്രയോ തവണ എൻ്റെ പിതാവിനെ ആക്രമിക്കാൻ വീട് വളയുകയും, അതെൻ്റെ ബാല്യകാലത്ത് എനിക്ക് ഓർമ്മയുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ 4 മക്കളായിരുന്നു എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഞങ്ങൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, തളിപ്പറമ്പിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എൻ്റെ പിതാവ് പോയതാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പോയതാണ്. അപ്പോൾ രാത്രി CPM-ന് അനുകൂലമായ വിജയം വന്നതോടുകൂടി രാത്രി 11 മണി സമയത്ത് എൻ്റെ വീട് 100-300 ആൾക്കാർ പ്രകടനമായി വന്ന് വളയുകയും എൻ്റെ പിതാവിനെ കൊല്ലാൻ വേണ്ട ശ്രമം നടത്തുകയും ചെയ്തു. അന്ന് വൈദ്യുതി പോലും ഇല്ലാത്ത ഒരു ഭവനമായിരുന്നു എൻ്റെ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഭവങ്ങൾ പറഞ്ഞു. അന്ന് വൈദ്യുതി എത്താത്തൊരു പ്രദേശത്ത് തന്നെ അത് കുറേ കഥകളുണ്ട് അവിടെ വന്ന് താമസിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ. അപ്പോൾ വൈദ്യുതി പോലും ഇല്ലാത്ത ആ സമയത്ത് എൻ്റെ വീട് വളയുകയും അവസാനം ഗത്യന്തരമില്ലാതെ, എന്നാൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അച്ഛൻ
തളിപ്പറമ്പിൽ സർ സെയ്ദ് കോളേജിലൊക്കെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് പോയി. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയല്ല, വോട്ടെണ്ണി തീരാൻ വളരെ രാത്രിയാവും. അപ്പോൾ തിരിച്ചു വന്നിരുന്നില്ല. അപ്പോൾ അവസാനം എൻ്റെ അമ്മ രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്തുള്ള ഒരു CPM കാരൻ അവരെ പിന്നെ അവരെന്നെ ഇവിടെ വഴിക്കുന്ന് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ചുപോയി. പക്ഷേ അന്ന് എന്തുകൊണ്ടോ എൻ്റെ പിതാവ് തിരിച്ച് അന്ന് വൈകിയത് കൊണ്ട്, തളിപ്പറമ്പ് എവിടെയോ താമസിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ അന്ന് ജീവൻ രക്ഷപ്പെട്ടതെന്ന യാഥാർത്ഥ്യം. അത് ഒരു തവണത്തെ അന്നത്തെ അച്ഛനൊരിക്കലും ഇനി തിരിച്ചു വരില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് 100-300 ആളെ അട്ടഹസിച്ചുകൊണ്ട് വീട് വളയുകയും ഞാൻ ഏറ്റവും മൂത്ത മകൻ, എൻ്റെ താഴെയാണ് ബാക്കി 3 എൻ്റെ അനുജത്തിയും അനുജനുള്ളത്. അപ്പോൾ ഇത്രയും ആൾക്കാർ വരുന്ന വഴിക്ക് പിടിക്കാൻ അച്ഛൻ 12 മണിക്കും 1 മണിക്ക് പോലും വരുന്ന മനുഷ്യനാണ്. സംഘടനാ പ്രവർത്തനം, സാമൂഹിക പ്രവർത്തനം നടത്തി വൈകി വരുന്നത് എന്ത് സംഭവിക്കുക? ഒരുപക്ഷെ ഒരു പിതാവ് ഉണ്ടാവില്ല, എന്ന് വിളിച്ചു പറയാൻ ഫോണില്ല, സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്ര നേരം പുലരുന്നത് വരെ നമ്മൾ കണ്ണടക്കാതെ അച്ഛനെ കാത്തിരിക്കുകയും പിന്നെ രാവിലെ അച്ഛൻ തിരിച്ചെത്തിയ ശേഷം ഞങ്ങൾ സമാധാനം. എന്തുകൊണ്ടോ ദൈവം വഴിക്ക് നിശ്ചയമായിരിക്കാം അന്ന് താമസിക്കാൻ തളിപ്പറമ്പിൽ തന്നെ ഇവിടുത്തെ റൂം എടുത്ത് അവിടെ തന്നെ താമസിച്ചു. അച്ഛനോടൊപ്പം മറ്റ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പോയ ആൾക്കാരൊക്കെ ഒന്നിച്ച് താമസിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് എൻ്റെ വീട് മറ്റൊരു സമയത്ത് രാത്രി 2 മണി സമയത്ത് വീടിന് ബോംബെറിഞ്ഞ് അച്ഛൻ കൊല്ലാൻ ശ്രമം നടത്തി. അങ്ങനെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെമ്മീൻ ഫാം ഉണ്ടായിരുന്നു, അത് പട്ടാപ്പകലായിരുന്നു അത് തകർത്തത്. അതായത് എൻ്റെ അമ്മയുടെ പേരിലുണ്ടായിരുന്ന ഒരു 4 ഏക്കർ ഭൂമി വിൽപ്പന നടത്തിയാണ് നമ്മുടെ നാട്ടിലൊരു ചെമ്മീൻ ഫാം സെറ്റ് ചെയ്തത്. ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അവസാനം അത് പട്ടാപ്പകൽ 300ഓളം ആൾക്കാർ വന്ന് പട്ടാപ്പകൽ തകർക്കുകയും, തളിപ്പറം വന്നത് SI ആയി PP സദാനന്ദനായിരുന്നു. അദ്ദേഹത്തിന് എൻ്റെ വീട്ടിലന്ന് ടെലിഫോണുണ്ട്. ആ സമയത്ത് ആ കാലത്ത് 93 ആ കാലത്ത് ടെലിഫോൺ ആ ഭാഗത്തിലേക്ക് മുഴുവൻ ടെലിഫോൺ വന്ന് കട്ട് ചെയ്തു. ഇന്ന് മൊബൈലില്ലാത്ത കാലം. ടെലിഫോൺ കട്ട് ചെയ്തിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വന്ന് ഈ അക്രമം, അതായത് ചെമ്മീൻ ഫാം തകർക്കുന്നത്. അപ്പോൾ PP സദാനന്ദൻ, ഞാൻ മറ്റൊരു വീട് അബ്ദുള്ള കുട്ടിക്ക എന്ന് പറഞ്ഞ അടുക്ക ഞാൻ ഓടിപ്പോയി, വളരെ ദൂരം ഓടിപ്പോയി അവരെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക്. അങ്ങനെ PP സദാനന്ദൻ തോക്കെടുത്ത് അരയിൽ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. PP സദാനന്ദൻ ഓർമ്മിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ സീനിയറായി കണ്ണൂർ SM കോളേജിൽ പഠിച്ച ഞാൻ MA അവിടെ വരുന്നതിന് മുമ്പേ അദ്ദേഹം സീനിയറായി പഠിച്ചു പോയ ആളാണ്. അദ്ദേഹം വരുന്ന രംഗം എനിക്ക് ഓർമ്മയുണ്ട്. തോക്കുമായി വന്നു അവരെയൊക്കെ പൊളിക്കുന്നവരെയൊക്കെ മാറ്റിയെങ്കിലും അദ്ദേഹം FIR ഇടാനോ ഒന്നും തയ്യാറായില്ല. പക്ഷേ അവരെ നിന്ന് പിന്മാറ്റി കൊണ്ടുപോയി. അപ്പോൾ രംഗോർപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈം ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ലൈം ഇൻഡസ്ട്രീസ്. അവർ ഇലക്ഷൻ വന്നപ്പോൾ ആ ലൈം ഇൻഡസ്ട്രീസിന് തീ വെച്ചു പിന്നീട് ആ ബിസിനസ്സും പോയി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പട്ടുവം എന്ന മേഖലയിൽ ഒരു തൊഴിലും ഒരു സ്ഥാപനവും തുടരാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കായിരുന്നു രാഷ്ട്രീയമായിരുന്നു അത്. അവിടെ നിന്ന് അപ്പോൾ നമ്മളെ ഒരു കാര്യം ബോധ്യം വന്നു, ഇവിടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടിയെടുക്കാതെ ജീവിക്കാൻ കഴിയില്ല എന്നത്. അതായത് ഭയന്നോടാൻ ഞങ്ങൾ തയ്യാറല്ല. പൊരുതി ജയിക്കുക, പൊരുതി പ്രവർത്തിക്കുക എന്ന തീരുമാനം തന്നെയാണ് എൻ്റെ പിതാവ്. ഒന്നിൻ്റെ മുമ്പിലും എന്ത് നഷ്ടപ്പെട്ടാലും മുട്ടുമടക്കാത്ത ഒരു ഇതായിരുന്നു. നല്ല വ്യക്തിത്വത്തിലൂടെ എൻ്റെ ഗാന്ധിജിയും എൻ്റെ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും എൻ്റെ നേതാവാണ് എൻ്റെ പിതാവിനെ ചെറുപ്പത്തിലേക്ക് കണ്ടു വളർന്നതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ഉപജീവനമായി കണ്ടതേയില്ല. പിതാവ് നമ്മുടെ നാട്ടിൽ കുടിവെള്ളം എത്തിക്കാൻ, പുതിയ റോഡുകൾ നിർമ്മിക്കാൻ, സാധാരണക്കാർ ജനങ്ങളുടെ പെൻഷനും കാരുണ്യ പ്രവർത്തനം നടത്താൻ, ആ നാടിൻ്റെ പുരോഗതി, ഇതൊക്കെയായിരുന്നു എൻ്റെ പിതാവിൻ്റെ ലക്ഷ്യം. ഞാൻ കണ്ടു വളരുന്നത് മുഴുവനും സമൂഹത്തെ സേവിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയാണ് എൻ്റെ പിതാവ്. അപ്പോൾ അത് അതായത് ഒട്ടനവധി അവിടെ പത്രക്കാർക്കൊക്കെ അറിയാൻ തന്നെ, അതായത് നമ്മുടെ പ്രദേശത്തേക്ക് നമ്മൾ താമസിക്കുന്ന കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായി മാറി അച്ഛൻ്റെ വികസന പ്രവർത്തനം കൊണ്ട് തന്നെ ശക്തി കേന്ദ്രമായി ഒട്ടനവധി ചെറുപ്പക്കാരും ജനങ്ങളും എല്ലാം അച്ഛൻ്റെ ഇവിടെ പ്രവർത്തിക്കാനും റോഡിൻ്റെ പ്രവർത്തനത്തിനും അത് വികസന തയ്യാറായപ്പോൾ നമ്മുടെ ആ പ്രദേശത്തെ റോഡ് അച്ഛൻ പട്ടുവം മണ്ഡലം പ്രസിഡന്റായിരുന്നു നിരവധി വർഷക്കാലം. അവർ 3 പ്രാവശ്യം മണ്ഡലം പ്രസിഡന്റിന്റെ അപ്പുറത്തേക്ക് അച്ഛൻ ബ്ലോക്കിന്റെ ഭാരവാഹി വരെയായി. പക്ഷേ ഇതുപോലെ തന്നെ നാട്ടിൽ പോരാട്ടത്തിലിപ്പോൾ നിന്നപ്പോൾ അതായത് മേൽത്തട്ടിൽ അത് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തിനു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നത് യാഥാർത്ഥ്യം. അപ്പോൾ പലപ്പോഴും അവിടെയുള്ള പോരാട്ടത്തന്നെ ഒതുങ്ങി ആ ജനങ്ങളുമായുള്ള ബ്ലോക്ക് ഭാരവാഹികത്ത് ജില്ലാ എക്സിക്യൂട്ടീവരായിരുന്നു ബ്ലോക്ക് ഭാരവാഹി. പിന്നെ അച്ഛൻ സ്ഥാനത്തിന് പിന്നാലൊന്നും അങ്ങനെ പോകാറില്ല. ജനസേവനമാണ് എന്ന രീതിയിൽ പ്രവർത്തനം എന്ന രീതിയിൽ. അതുപോലെ തന്നെയാണ് ഒരു പരിധിവരെ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് തന്നെ എനിക്കും പലപ്പോഴും പേടി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ജീവൻ തന്നെ നഷ്ടമാകുമോ എന്നൊരു പേടിയൊക്കെ? ആ പേടി ജീവൻ നഷ്ടമാകുന്ന വെച്ചാൽ എന്നെ എത്രയോ തവണ ആക്രമിച്ചതാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എന്നെ ബസ് കാത്തിരിക്കുമ്പോൾ കുറേ ആൾക്കാർ ആക്രമിച്ചു. എൻ്റെ വീടിൽ നിന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ അപ്പുറത്ത് ബ്രിജേഷ് കുമാർ മത്സരിക്കുന്ന സമയത്ത് കല്യാശ്ശേരി തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം ഞാൻ ഭവനം സന്ദർശിച്ച് തളർന്ന് വീട്ടിൽ വന്നപ്പോൾ അമ്മക്ക് വീട്ടിൽ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചായ കുടിക്കാൻ കുഞ്ഞുമ്പ് എന്ന ഒരു കടക്കാരൻ്റെ കടയിലേക്ക് ഞാൻ നടന്നു പോകുമ്പോഴാണ് എന്നെ വാഹനത്തിലെത്തി വന്ന് എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്. എൻ്റെ വീട്ടിന് തൊട്ട് സമയത്ത് വെച്ചു ആ പ്രദേശത്തിൽ വന്ന് സമീപിച്ചത്. അപ്പോൾ അടുത്ത് 2000 ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും
ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൻ്റെ വീട്ടിന് തീ വെച്ചായിരുന്നു. എൻ്റെ വീട്ടിന് തീവെപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എത്രയോ അത് എല്ലാ കാലത്ത് തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ അക്രമത്തെ ഏതെങ്കിലും രീതിയിൽ അക്രമത്തെ നേരിട്ടതാണ് ഇത്രയും വർഷങ്ങൾ. നിരവധി ഇത് പറഞ്ഞാൽ തീരുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഭവങ്ങളാണ്. ഞാൻ ചെറിയ അവിടെ പ്രായം മുതൽ CPM-ന്റെ ശക്തി കേന്ദ്രം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആ വാർഡ് അച്ഛൻ പിടിച്ചെടുത്തിട്ടുണ്ട്. വാർഡ് പിടിച്ചെടുത്തു. അതായത് നമ്മളെ ഈ മുള്ളൂൽ വാർഡ് എന്ന വാർഡ് മുമ്പിലുണ്ടായിരുന്നു. ആ മുള്ളൂൽ വാർഡ് അച്ഛൻ മത്സരിക്കുന്ന സമയം CPM എന്ത് പ്രശ്നം വന്നാലും കപ്പച്ചേരിനെ വിജയിപ്പിക്കാൻ വിടില്ല എന്ന രീതിയിലായിരുന്നു 2000 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ പട്ടുവം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആന്തൂരിൽ നിന്ന് ഉൾപ്പെടെ ബസ്സിൽ ആളെ കൊണ്ടിറക്കിയിട്ടാണ് അവസാനം ഉച്ചയ്ക്ക് ശേഷം ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഇറങ്ങിപ്പോകേണ്ടി വന്നു. എന്നിട്ട് പോലും 6 വോട്ടിനാണ് തോറ്റത്. ആ 6 വോട്ടിന് തോറ്റപ്പോൾ ശേഷം ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പിൽ തോക്കില്ല. അന്ന് അച്ഛൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഫാദറും എടുത്ത മുദ്രാവാക്യം ഒന്നിക്ക് ജയിക്കും അല്ലെങ്കിൽ മരിക്കും. അത് ഒരു പക്ഷേ എങ്കിൽ പുറത്ത് ഒരു പത്രത്തിന് ഇന്നത്തെ കാലത്ത് കുറേയും കൂടെ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഇത് ഒന്നിക്ക് ജയിക്കും അല്ലെങ്കിൽ മരിക്കുമെന്ന മുദ്രാവാക്യത്തിനെ വിളിച്ചുകൊണ്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അവിടെയുള്ള മുഴുവൻ ചെറുപ്പക്കാരും ജനങ്ങളും സംഘടിച്ച് പോരാടിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മാത്രമല്ല രാവിലെ നമ്മൾ ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് CPM-ൻ്റെ ആൾക്കാർ വന്ന് ഞങ്ങളെ കല്ലെറിഞ്ഞ് ആക്രമിക്കും. ഞങ്ങൾ മുന്നിൽ അക്രമം ഉണ്ടാവുക എന്ന കാരണത്താൽ പോലീസ് നേരത്തെ വന്നത്. ഞങ്ങളിങ്ങനെ മുമ്പിൽ പോലീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 10-25ഓളം ചെറുപ്പക്കാർ എന്നെ ദണ്ടും കൽപ്പിച്ചാൽ ഒന്നിക്ക് അച്ഛൻ്റെ നേതൃത്വത്തിൽ പോകുമായിരുന്നു. അപ്പോൾ പോലീസ് ഞങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. പോലീസ് മുമ്പിലുണ്ട്. എന്നിട്ട് പോലും CPM കല്ലെറിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ ബൂത്തിലെത്തുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ ക്യൂവിൽ ആദ്യത്തെ 10-20 പേര് ആ വാർഡിലുള്ളവരല്ല ക്യൂവിൽ നിൽക്കുന്നത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി. എന്ന് ഞങ്ങൾ ബൂത്തിൽ കയറി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടഞ്ഞ് അതിൻ്റെ അകത്ത് വെച്ച് തന്നെ ആദ്യത്തെ അടിയാണ്. ഞങ്ങൾ ബൂത്ത് ഏജൻ്റായ പ്രദീപിന് ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഷർട്ട് ഇടാതെ അവസാനം ഞാൻ എൻ്റെ ഷർട്ട് അയച്ചു കൊടുത്ത് ഞാൻ പോയി വാറ്റർ ഷർട്ട് ഇട്ട് വന്നത്. അവർ ഷർട്ട് ഇടാതെ ആ ഷർട്ടോട് കൂടിയാണ് അവൻ ആ ബൂത്തിലിരുന്നത്. എന്ന് അവസാനം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷവും അവിടെ നിരവധി ആൾക്കാർ വന്നിട്ട് ക്യൂ നിൽക്കുകയും അക്രമം ഉണ്ടാക്കുകയും ചെയ്തു. അവസാനം പോളിംഗ് ഓഫീസർ ബൂത്തിനുള്ളിൽ അക്രമം നടന്നു. അവസാനം പോളിംഗ് ഓഫീസർ ഇറങ്ങി പുറത്തേക്ക് ഓടേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് ഞങ്ങൾ പിന്മാറിയില്ല. അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ പോലീസ് എത്തി, എല്ലാവരെയും നിയന്ത്രിച്ചു. അവിടെ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമമായിരുന്നു. ഞങ്ങൾ അക്രമത്തിന് മുമ്പിൽ തലകുനിച്ചതേയില്ല. തിരിച്ചടിക്കാൻ തയ്യാറായി. അതിനാവശ്യമായ രീതിയിൽ തന്നെയാണ് ഞങ്ങളും നിന്നു. രണ്ടും കൽപ്പിച്ചാണ്. ഇത് ജയിച്ച് ആ പ്രദേശം ജയിച്ചില്ലെങ്കിൽ ജീവിക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒളിച്ചോടെ നമ്മൾ സാധ്യതയില്ല. അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വിജയം 264 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPM-നാകെ 150 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ വാർഡ് ഇപ്പം 25 വർഷമായി കോൺഗ്രസിൻ്റെ കയ്യിലാണ്. അത് മാത്രമല്ല 20 വോട്ട് കൊണ്ട് കിട്ടിയ CPM-ന് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടും. 379 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ എൻ്റെ വാർഡ് ജയിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛൻ അവിടെ ജയിച്ചതിന് ശേഷം പിന്നീട് പടിഞ്ഞാറേച്ചാല എന്ന വാർഡ് പോയി മത്സരിച്ചു. അവിടെ ഈ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കോൺഗ്രസിൻ്റെ കയ്യിൽ ആ വാർഡ് ഒരിക്കലും ജയിച്ചിരുന്നില്ല. ആ വാർഡിൽ അച്ഛൻ ആ വാർഡിന് തെരഞ്ഞെടുപ്പ് ദിവസം എൻ്റെ ഫാദർ ഷർട്ട് കീറി പറഞ്ഞ് എന്നോട് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു വാചകമുണ്ട്. അയാൾ തൃശ്ശൂരിലെ പോലീസുകാരനാണ്. ഈ മനുഷ്യൻ അയാൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഇതറിയാം. അച്ഛൻ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി കൊണ്ടുപോയ ശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കാണാൻ വേണ്ടി പോയതായിരുന്നു. പോയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ ഇത്രയും ധൈര്യമുള്ള മനുഷ്യൻ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടില്ല. അദ്ദേഹത്തിനെ ഞങ്ങൾ വണ്ടി കയറ്റുമ്പോൾ ഞങ്ങൾ വണ്ടിയുടെ ബോണറ്റിന് മേലെ വലിയ കല്ലെടുത്തിടുകയാണ്. മുമ്പിൽ അത് വണ്ടിയുടെ മുമ്പിൽ മുഴുവൻ കല്ലെടുത്ത് വച്ചിരിക്കുക. എന്നിട്ടും ആ ഒരു മനുഷ്യന് ഒരു കുലുക്കവുമില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ എനിക്ക് ഓർമ്മ. എന്നിട്ടും ആ വാർഡ് ഇത്രയും കള്ളവോട്ട് ചെയ്തിട്ട് പോലും അതാണ് ആ വാർഡ് 65 വോട്ടിന് CPM പിടിച്ചെടുത്തു. ഇന്ന് ആ വാർഡ് UDF-ന് കയ്യിലാണ്. അങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് കോൺഗ്രസ് എളുപ്പം ജയിക്കാൻ പറ്റുന്ന രീതിയല്ല. ഏത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയല്ല, ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ടാണ് ആ മത്സരിച്ചത്. ഞാൻ 2015 സ്ഥാനാർത്ഥി. എൻ്റെ പിതാവ് വിട പറയുന്ന ആ വർഷം ഞാൻ പഞ്ചായത്ത് മെമ്പറായി അവിടെ വിജയിച്ചാണ് എൻ്റെ വാർഡിൽ. എൻ്റെ വാർഡ് ഞാനും വിജയിച്ചാണ്. ഞാൻ വൻ ഭൂരിപക്ഷം 250 വോട്ടിൻ്റെ അച്ഛൻ 265 കഴിഞ്ഞ്. പിന്നെ അടുത്ത മത്സരിച്ചത് ഒരു സ്ത്രീയായിരുന്നു അവിടെയുള്ള. അത് കഴിഞ്ഞ് പിന്നീട് 2015 ഞാനാണ് മത്സരിച്ചത്. 2015 മത്സരിച്ചപ്പോൾ ഞാൻ 250 വോട്ട് ജയിച്ചു. CPM-ന് കുറച്ച് വോട്ട് 180 താഴെ 140 വോട്ട് അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നിരന്തരം അവിടെ വെച്ച് ആ ഗ്രാമത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇവർക്ക് ജീവിക്കണമെങ്കിൽ സ്വാതന്ത്ര്യം നേടിയേ പറ്റൂ. അതിൻ്റെ പോരാട്ടമായിരുന്നു അവിടെ നടത്തിയത്. അതുമാത്രമല്ല 1977 മീത്തർ അയ്യനായർ എന്നൊരു കോൺഗ്രസ് പ്രവർത്തകൻ അച്ഛന് പ്രിയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് നിരന്തരം ഭീഷണിയെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ കൂട്ടിപ്പോയി. പിറ്റേ ദിവസം അദ്ദേഹത്തെ CPM-കാർ കൊല്ലുന്നു.
പട്ടുവ സ്നേഹനികേതൻ്റെ കോൺവെൻറ്റിനെ സമീപിച്ച് അദ്ദേഹം ആരോഗ്യ ദൃഢഗാത്രനാണ്. ഒരു 10 ആൾ വന്നാൽ അയാൾ തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നിൽ നിന്ന് അദ്ദേഹത്തെ പാറ കൊണ്ട് വലിയ കല്ലുകൊണ്ട് എറിഞ്ഞു വീഴ്ത്തിയിട്ടാണ് അയാൾ കൊല്ലുന്നത്. അവിടുത്തെ കോൺവെൻറ്റിലെ മദർ വില്ലിഗാർഡാണ് അന്ന് വന്നിട്ട് അവരെ അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തിൻ്റെ മരണമൊഴി രേഖപ്പെടുത്തിയത് തന്നെ വില്ലിഗാർഡ് അവരെ മടിയിൽ വെച്ചിട്ടാണ്. പിന്നീട് CPMൻ്റെ ആൾക്കാർ കോൺവെൻറ്റിലൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തി ഇവിടെ ആരെങ്കിലും സാക്ഷി പറഞ്ഞാൽ നിങ്ങളെല്ലാം കൊന്നിട്ട് ഇവിടെ വാഴ വെക്കും. അന്നത്തെ ജില്ലാ സെക്രട്ടറി അന്നത്തെ ആൾക്കാരൊക്കെ വന്നു. അത്രയും ഭീകരമായ ഒരു അന്തരീക്ഷം. 3 പേരെയാണ് പട്ടത്ത് കൊല ചെയ്തത്. അവിടെ 2 മുസ്ലിം ലീഗ് പ്രവർത്തകർ, അൻവർ, അതുപോലെ നമ്മുടെ ഷുക്കൂർ എല്ലാം കൊല ചെയ്യപ്പെട്ട പഞ്ചായത്താണ്. അങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് വന്നത്. നമ്മളെല്ലാം, അതായത് ഒരു പക്ഷേങ്കിൽ നേതൃത്വം സഹായിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടെങ്കിലും എൻ്റെ പിതാവ് ആ പ്രസ്ഥാനത്തെ പടുത്തുയർത്തി. ഇന്ന് CPMന് ആ ഒരു വ്യത്യാസം വെറും 316 വോട്ടിൻ്റെ. അടുത്ത തെരഞ്ഞെടുപ്പ് പട്ടൂർ പഞ്ചായത്ത് UDF ഭരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആ അവസ്ഥയൊക്കെ ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ്, വട്ടപൂജ്യത്തിൽ നിന്നാണ് ഇത് പ്രസ്ഥാനത്തെ ഓരോ സ്റ്റെപ്പിലും എത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അതിനയച്ച് ത്യാഗവും നടന്ന ത്യാഗം ഒരുപാട് ദുരിതപൂർണ്ണവും സങ്കടകരമായിരുന്നു. പക്ഷെ അതൊന്നും എല്ലാവരും മനസ്സിലാക്കില്ല. ഇന്ന് പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ മറ്റു പലതുമാണ്. പക്ഷെ അതുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ് വന്നത്. കല്യാശ്ശേരി തെരഞ്ഞെടുപ്പിലൂടെ ചോദിച്ചോ എന്നൊക്കെ ഓർമ്മ എടുത്ത് ചോദിച്ചത്. ഈ പോരാട്ടങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. നാരായണൻ കപ്പശ്ശേരി എന്ന ഒരു കോൺഗ്രസ് നേതാവ്, അതായത് ഒരു ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന, പാർട്ടി കെട്ടിപ്പടുക്കാൻ വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു നേതാവ്. ആ നേതാവിന് വേണ്ടത്ര പരിഗണന പാർട്ടിയിൽ നിന്ന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ചോദിച്ചാൽ പരിഗണന കിട്ടിയില്ല എന്ന് തന്നെ പറയും. പരിഗണന കിട്ടിയില്ല. അതായത് നമ്മുടെ ഒരു കാര്യങ്ങളിലും നമ്മൾ പാർട്ടിയോട് ആവശ്യപ്പെട്ടതുമില്ല. ഒരു പരിധിവരെ പാർട്ടിയോട് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമ്മുടെ ലൈം ഇൻഡസ്ട്രി തീ വെച്ച് തകർന്നു, മോട്ടോർ ഉൾപ്പെടെ എല്ലാം കത്തിപ്പെട്ടു. നമ്മളാരും സഹായിച്ചതായിട്ട് നമുക്കറിയില്ല. അതുപോലെ വീട് ആക്രമിക്കപ്പെട്ടു, തീ വെച്ചു. അതിപ്പോൾ ഞാൻ ആക്രമിച്ചപ്പെട്ടു. അതുപോലെ നിരവധി നമ്മുടെ വസ്തുവകകളും ഒരുപാട് തകർന്നു. അതിനൊന്നും ആരും ഇങ്ങനെ നമ്മൾ പാർട്ടിയോട് ചോദിച്ചതുമില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കണ്ടറിഞ്ഞ ആ രീതിയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിയതുമില്ല. അതിന് ഞാൻ പാർട്ടിയെ മാത്രം പാർട്ടിയുടെ സിസ്റ്റം അതാണ്. ഇനി പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങണം എന്ന് അച്ഛൻ ഉപദേശിച്ച അനുസരിച്ചാണോ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയത്, അല്ലെങ്കിൽ സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ താനും ഒരു കോൺഗ്രസ് പ്രവർത്തകനാകണം എന്ന് തീരുമാനിക്കാനുണ്ടായ കാരണം? കോൺഗ്രസിനോട്, ആ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസിനോട് വളരെ കടുത്ത ആരാധനയും സ്നേഹവും കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങിയത്. പക്ഷേ അച്ഛൻ തന്നെയാണ് അതിൻ്റെ ഹീറോ. എന്തുകൊണ്ട് പറഞ്ഞാൽ അച്ഛൻ 1978-79-80 കാലത്ത് ഞാൻ UP സ്കൂൾ പഠിക്കുന്ന കാലത്ത് അച്ഛൻ സാക്ഷരതാ ക്ലാസ് നടത്താറുണ്ട്. വയോജനങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ 20 പരിപാടി തന്നെ എൻ്റെ ഓർമ്മ. സാക്ഷരതാ ക്ലാസ്സായിരുന്നു. വയോജനങ്ങൾ എന്ന് പേരേ ഉള്ളൂ. അന്ന് ഒരുപാട് യുവാക്കളടക്കം സ്കൂളിൽ നിന്ന് നിർത്തിയിട്ട് എഴുതാനും വായിക്കാനും പോലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വെച്ച് പട്ടുവം ഹരിജൻ വെൽഫെയർ സ്കൂളിൽ വെച്ച് രാത്രി പെട്രോൾ മാക്സ് എന്ന സംഭവമുണ്ട്. ആ ലൈറ്റിന്, അതായത് സ്ലേറ്റും ബുക്കും അതുപോലെ ബോർഡൊക്കെ വെച്ച് പഠിപ്പിക്കും. ആ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഞാൻ അച്ഛൻ്റെ കൂടെ അവിടെ പോയിട്ട് അവരെ എഴുതാൻ ഞാനും പഠിപ്പിക്കും. പലരും പിന്നീട് ഗൾഫിലൊക്കെ പോയി അവർ കഥ പറയും. നാരായണേട്ടനാണ് നമ്മളത് പഠിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് മുതലേ അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു നിഴൽ പോലെ ഞാൻ എല്ലാ കാര്യം, അച്ഛൻ എന്നോടൊന്നും പ്രവർത്തിക്കണമെന്നും പറയാറില്ല, പക്ഷേ ഞാൻ എല്ലായിടയ്ക്കും അച്ഛൻ്റെ കൂടെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ആ സാക്ഷരതാ പ്രവർത്തനം അതിന് പ്രധാനമായി തുടക്കം കുറിച്ച് ഓർമ്മ. അപ്പോൾ അതോടൊപ്പം തന്നെ അച്ഛൻ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടായാലും അച്ഛൻ ഇങ്ങനെ ഓരോ ശ്രമദാന പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അതായത് നമ്മുടെ നാട്ടിൽ ഗ്രാമത്ത് പല സ്ഥലത്ത് റോഡുകളുണ്ട്. മുള്ളൂർക്കാവ് റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു നിങ്ങൾ വന്നാൽ കാണാൻ നല്ല മനോഹരമായ റോഡാണ്. ഈ റോഡ് നിർമ്മിക്കാൻ കണ്ടതിന് കാരണം എൻ്റെ ഫാദർ ഒരു രംഗം കണ്ടു. അതായത് ഒരു ബ്ലീഡിങ് ആയ ഒരു സ്ത്രീയെ ആശുപത്രി കൊണ്ടുപോയി കസേരയിൽ കയറ്റി ഇരുത്തി കുറേ ആൾക്കാർ താങ്ങി പിടിച്ച ദൂരം 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന രംഗം കണ്ടപ്പോൾ റോഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിറങ്ങിയതാണ് മുള്ളൂർക്കാവിന് റോഡ് ഉണ്ടായത്. ആ ഉദ്ഘാടനം ചെയ്ത് തന്നെ ഒരു പാവപ്പെട്ട ഒരു ചവിണിച്ചി എന്ന പേരായ ഒരു SC വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് അച്ഛൻ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഈ റോഡിൻ്റെ ആദ്യത്തെ ശ്രമദാനം. അപ്പോൾ അങ്ങനെ ആ 2 കിലോമീറ്റർ റോഡ് വയലും പുഴയിലൂടെ നിർമ്മിച്ചിട്ടാണ് ആ റോഡ്. ഇന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഒരു വാർത്തയെങ്കിലും വരും. അന്ന് ഒന്നുമില്ല. എന്നിട്ട് അങ്ങനെ നിർമ്മിച്ച് കഴിഞ്ഞ ശേഷം 1980 KK ഏറ്റെടുത്തത്. ഈ റോഡ് ഏറ്റെടുത്ത ശേഷം വർഷങ്ങളോളം റോഡ് പൂർത്തീകരിക്കാതെ വെച്ചു. കരാറുകാരൻ എല്ലാം ഇട്ടുപോയി.
പിന്നെ കേരള ഹൈക്കോടതി കേസ് കൊടുത്തു. കോടതി പറഞ്ഞു 6 മാസം കൊണ്ട് പൂർത്തീകരിക്കണം. അത് ഡയറക്റ്റ് കേരള ഹൈക്കോടതി ഉത്തരപ്രകാരം റോഡ് പൂർത്തീകരിച്ചു. അന്ന് മനോരമ ഉൾപ്പെടെ പത്രങ്ങളെല്ലാം അത് ഭയങ്കരമായി റിപ്പോർട്ട് ചെയ്തു. ഇന്ന് എൻ്റെ ഫേസ്ബുക്കിലും കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടായിരുന്നു. കപ്പച്ചേരി നാരായണൻ്റെ സാവല്യ നിമിഷം എന്ന് പറഞ്ഞു. ആ താറിട്ട റോഡിലേക്കൂടെ ബാഗും പിടിച്ച് നടക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്തരം എന്താ പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാ പ്രവർത്തനം കൂടെ പോയി എൻ്റെ ഉള്ളിനകത്തും ഒരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയത്തിലെ ഉപജീവനത്തിന് വേണ്ടി അധികാരത്തിനപ്പുറം ഒരു എന്തായാലും പൊതുസേവനം അച്ഛനൊരു ബ്ലോക്ക് ഭാരവാഹി എന്നുള്ള രീതിയിലേക്ക് ഒതുങ്ങിപ്പോയെങ്കിലും മകൻ DCCയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ. മകന് പാർട്ടി പരിഗണന നൽകിയിട്ടുണ്ട്. മകന് പാർട്ടി പരിഗണന നൽകിയിട്ടുണ്ട്. കാരണം ഞാൻ KSUവിൻ്റെ ചെറിയ പ്രായം മുതൽ ബൂത്ത് സ്കൂളിൽ KSU പ്രവർത്തകനായിരുന്നു. പിന്നെ താലൂക്ക് കമ്മിറ്റി മെമ്പറായിരുന്നു, താലൂക്ക് സെക്രട്ടറി ആയിരുന്നു, കണ്ണൂർ SN KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു, പിന്നെ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നെ DC സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഇതിനൊക്കെ തെറിഞ്ഞാൽ നമ്മുടെ പാർട്ടിക്ക് ഈ ഒരു വിഷയം എന്ന് വെച്ചാൽ വ്യവസ്ഥ, അതായത് നിയമവും വ്യവസ്ഥയും പാർട്ടിക്ക് കൃത്യമായി വേണമെന്നൊരു സിസ്റ്റം വേണമെന്നതിൽ പൂർണ്ണമായി എനിക്ക് ഇഷ്ടമില്ല എന്നതിൽ ഞങ്ങൾക്ക് പരാതി ഉണ്ട്. അതായത് ഈ വ്യക്തിപരം ഞാൻ 35 വയസ്സ് വരെ ഞാൻ KSUക്കാരനാണ്. അതുവരെ ഞങ്ങൾക്ക് പുനഃസംഘടനയില്ല. ഒരു 25 വയസ്സിനപ്പുറത്തേക്ക് KSU കൊണ്ടുപോകുന്നത് ഒരു ശരിയായ കാര്യം. 27 വയസ്സായിക്കോട്ടെ, 35 വയസ്സ് പിന്നീട് 35 വയസ്സിന് ശേഷമാണ് ഒരു പുനഃസംഘടന. KSU യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റായി ഞങ്ങളൊക്കെ കല്യാണമൊക്കെ കഴിച്ച് പോയ ശേഷം പിന്നെ പുനഃസംഘടിച്ചപ്പോഴാണ് 35 വയസ്സിന് ശേഷം യൂത്ത് കോൺഗ്രസിലേക്ക് എത്താൻ കുറെ വൈകി. യൂത്ത് കോൺഗ്രസിന്റെ വിരമിക്കേണ്ട കാലത്താണ് 35 വയസ്സ് വിരമിക്കേണ്ട പ്രായം. അന്നേരമാണ് യൂത്ത് കോൺഗ്രസ് എത്തി 5 വർഷം കഴിയുമ്പോൾ 40 വയസ്സ്, പിന്നെ 16, പിന്നീട് DCC സെക്രട്ടറി ആകുന്നവരെ വർഷങ്ങളോളം 7 വർഷം 8 വർഷത്തോളം ഒരു സ്ഥാനവുമില്ല. പക്ഷേ ആ സ്ഥാനമൊന്നും നൽകിയില്ലെങ്കിൽ പരാതിപ്പെടാമെന്ന് ഞങ്ങൾ പോയില്ല. പരാതിപ്പെടാതെ എൻ്റെ ഗ്രാമത്തിൽ തന്നെ എൻ്റെ സാന്നിധ്യം എൻ്റെ ഗ്രാമത്തിൽ ആവശ്യമാണ് എന്ന് മനസ്സിലായി എൻ്റെ ഗ്രാമത്തിൽ തന്നെ ഞാൻ പ്രവർത്തിക്കുകയും CPMയുടെ പോരാട്ടത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അവിടെ എത്രയോ അക്രമങ്ങൾ, അത് ഞാൻ വിശദീകരിച്ചാൽ ഒരുപാട് സമയം എടുക്കും. ഒട്ടനവധി അക്രമങ്ങൾ നേരിട്ടുകൊണ്ട് ഞാൻ അവസാനം പഞ്ചായത്ത് മെമ്പറായ സമയത്താണ് എന്നെ DCCയുടെ ഭാരവാഹിയാക്കുന്നത്. ഇപ്പോൾ DCC ഭാഗം 2016 ആക്കിയെങ്കിലും 10 വർഷമായി DCC ഭാരവാഹി. ഈ 10 വർഷത്തിന് ഗ്യാപ്പൊന്നും ഒരു ഭാരവാഹി കൊടുക്കാൻ പാടില്ല. ഒരു 3 വർഷം 4 വർഷം മാക്സിമം. പിന്നെ അടുത്ത സ്റ്റെപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ കടന്നു വരും. അപ്പോൾ ഇത്തരം അപാകതകളുണ്ട്. പാർട്ടി പരിഗണിച്ചില്ല എന്നും പറയില്ല. ഭാരവാഹിത്വത്തിൽ എല്ലാ കാലത്തുകൊണ്ട് ഞാൻ പാർട്ടി കൂടെ പരിഗണിച്ചു. പക്ഷേ ഈ പാർട്ടിയുടെ സിസ്റ്റത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വേണം. അത് രാഹുൽ ഗാന്ധി അടക്കം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. മാറ്റം വേണമെന്ന്. ആ മാറ്റം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മൾ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം, അത് നിയമസഭയിലേക്ക് ഒരു മത്സരം നടന്നു. ആ മത്സരത്തിലേക്ക് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം എന്തായിരുന്നു? കല്യാശ്ശേരി നിയമസഭാ മണ്ഡലം പരിഗണിക്കപ്പെടാനുണ്ടായ കാരണം പറയുന്നതിന് മുമ്പ് ഞാൻ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ ഭാഗമായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തും ഞാൻ എൻ്റെ പ്രവർത്തന മേഖലയും. അതായത് പട്ടുവം എന്ന് പറഞ്ഞാൽ 2011 വരെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് പട്ടുവം പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് മുമ്പേ പട്ടുവം തളിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഈ പട്ടുവം പഞ്ചായത്ത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചു വളർന്നത് മൂത്തത്തെ സ്കൂളായാലും സംഘടനാ പ്രവർത്തനം നടത്തിയതായാലും അവിടെയുള്ള സുഹൃബന്ധായാലും എല്ലാ മേഖലയും ഒരു പരിധിവരെ തളിപ്പറമ്പ് മേഖലയെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ തളിപ്പറമ്പ് മേഖലയിൽ കാൻഡിഡേറ്റെ പരിഗണിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചതും. അഥവാ നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കണമല്ലോ. ആ ഒരു രീതി ആയതുകൊണ്ട് നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരെടുക്കുക ആവശ്യപ്പെട്ടത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ പരിഗണിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സാധ്യതയുള്ളതും വിജയിക്കുമെന്ന് ഉറപ്പുള്ളതും മണ്ഡലം തളിപ്പറമ്പാണ്. അതുകൊണ്ട് ആവശ്യപ്പെട്ടുവെങ്കിലും അവസാന രാഷ്ട്രീയ സാഹചര്യം മാറിയപ്പോൾ അപ്പോൾ കല്യാശ്ശേരിയാണ് എന്നെ പരിഗണിച്ചത്. പക്ഷേ ഔദ്യോഗികമായി കല്യാശ്ശേരി മണ്ഡലത്തിൽ പെട്ട ഒരാളാണ് ഞാൻ. ഇവിടെ പട്ടുവെന്ന മണ്ഡലത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടി എന്നാൽ തളിപ്പറമ്പ് മത്സരിക്കാൻ രാഷ്ട്രീയ സാഹചര്യം മാറി ഗോവിന്ദൻ മാഷക്ക് കൊടുത്തു. പിന്നെ കേരള രാഷ്ട്രീയത്തിലെ ചില വിസ്മയങ്ങളുടെ ഭാഗമായി പലതും നടന്നല്ലോ. അപ്പോൾ നടക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കുന്ന ഏത് കാര്യവും നമ്മൾ സ്വീകരിച്ചു. നമുക്ക് പാർട്ടിയാണ് വരുന്നത്. നമ്മൾ വ്യക്തിഗതമായി മാത്രം ചിന്തിച്ചിരിക്കുന്ന അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് പാർട്ടി പറയുന്നത് നമ്മളനുസരിച്ചു. അപ്പോൾ ആ പോരാട്ടത്തിലേക്ക് രാജീവൻ കപ്പച്ചേരി എന്ന പല പേരുകളും കേട്ടിരുന്നു. കല്യാശ്ശേരിയിൽ തന്നെ പല പേരുകളും കോൺഗ്രസിൽ കേട്ടു. ഒടുവിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി എന്ന പേരിലേക്ക് വന്നു. CPMന്റെ ഉരുക്കു കോട്ടയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ പോരാട്ടം നടത്തി. ഏതാണ്ട് 40,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എപ്പോഴും ജയിക്കുന്ന ആ മണ്ഡലത്തിൽ പോരിന് ഇറങ്ങുമ്പോൾ
എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഭൂരിപക്ഷം അതിന്റെ പകുതിയാക്കി കുറക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പകുതിയിൽ താഴെ പോയി. പ്രതീക്ഷ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഞാൻ കടന്നു വന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ കോൺഗ്രസിൻ്റെ കോട്ടയിൽ നിന്നൊന്നും ജയിച്ചു പ്രവർത്തിക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം, അത് പിതാവിലെത്താതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ സി പി എമ്മിൻ്റെ വാർഡുകളൊക്കെ പിടിച്ചെടുക്കൽ എന്ന് പറയുന്നില്ല, അവിടെ സംഘടനാ പ്രവർത്തനം നടത്തി അവിടെ ജയിച്ചു വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കല്യാശ്ശേരി മണ്ഡലം ഒരു ഇടതുപക്ഷ കോട്ടയാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നേയില്ല. ജനം ഞങ്ങളെ പഠിക്കുകയും ജനങ്ങളുടെ നമ്മൾ ആശയങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ അവർ നമുക്ക് വോട്ട് ചെയ്യും, നമ്മൾ ജയിപ്പിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഞങ്ങൾ ഞാൻ പഞ്ചായത്ത് മെമ്പറായി ജയിച്ചാലും എൻ്റെ പിതാവൊക്കെ ജയിച്ച സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസ്സുകാരെ കാണിച്ചു തരാൻ പറ്റില്ല, പക്ഷെ ജയിക്കും. അപ്പോൾ ഇവിടെ പടിഞ്ഞാറേച്ചാൽ, പട്ടുവത്തിലെ പടിഞ്ഞാറേച്ചാൽ വാർഡിൽ എണ്ണിയാൽ കോൺഗ്രസ്സുകാരെ കാണിച്ചു തരാൻ കഴിയില്ല, പക്ഷെ നമ്മളവിടെ ജയിക്കുന്നു. അതുപോലെ കല്യാശ്ശേരി നിയോജകമണ്ഡലം ജയിക്കാൻ പക്ഷേ ഒരുപാട് താങ്കൾക്ക് ജയിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി ആ അനുഭവം ഉണ്ട്. പക്ഷെ നേതൃത്വത്തിലേക്ക് ആ അനുഭവം എത്തിയോ? കല്യാശ്ശേരി അതങ്ങ് വിട്ടേക്ക് എന്ന ചിന്താഗതി ആയിരുന്നോ നേതൃത്വത്തിന്? കല്യാശ്ശേരി നേതൃത്വത്തിന് കല്യാശ്ശേരി വിജയിക്കാത്തൊരു മണ്ഡലമാണ്. സി ക്ലാസ് മണ്ഡലം എന്ന പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിജയിക്കാത്തൊരു മണ്ഡലമാണ് കല്യാശ്ശേരി. അത് തന്നെ കൊണ്ട് തന്നെ ഒരാൾ പോലും, നേരത്തെ ധർമ്മട് സൂചിപ്പിച്ചതുപോലെ, ലീഡർഷിപ്പിൽ ആരും തന്നെ അവിടെ നമ്മുടെ അവിടെ പൊതുപരിപാടികളിലോ ശ്രദ്ധിക്കാനോ കാര്യമായി ഒരു പൊതുയോഗങ്ങൾ പോലും സംഘടിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അതാണ് ഉണ്ടായത്. അത് മാത്രമല്ല, അത്രമാത്രം ശ്രദ്ധിച്ചില്ല. അതായത് ഒന്നാം നിര നേതാക്കന്മാരും രണ്ടാം നിരയുടെ പകുതി നേതാക്കന്മാരും ഇവിടെ ഈ സഹകരണം കുറിച്ച് അത്ര പ്രവർത്തനം അവിടെ ഫലപ്രദമായില്ല. സംഘടനാ സംവിധാനം ഒരു പരിധിവരെ അവിടെ ഫെയിലറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ നേരിട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ CPM കേന്ദ്രങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലെ വോട്ട്, അതായത് 44,393 വോട്ടിൽ നിന്ന് 18,431 വോട്ടിലേക്ക് കുറക്കാൻ പറ്റി. ഈ കുറക്കാൻ പറ്റുമ്പോഴും നമ്മുടെ പ്രധാനപ്പെട്ട കോട്ടയായ പാടായി, മാട്ടൂൽ എന്ന പ്രദേശങ്ങളിൽ ഈ 22,000 വോട്ടോളം 2 പഞ്ചായത്തുകൾ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് നമ്മുടെ UDFൻ്റെ വിലയിരുത്തൽ പോലും കണ്ടെത്തുക. പക്ഷേ അവിടെ 14,000 വോട്ടുകളെ വന്നുള്ളൂ. ഒരു 7,000-8,000 വോട്ട് ഇനിയും ലഭിക്കാൻ സാധ്യതയുള്ളതായിരുന്നു. ഇതൊക്കെ മുസ്ലിം ലീഗിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കൂടിയല്ലേ? ശക്തി കേന്ദ്രമാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലീഡർഷിപ്പിൽ സംഘടനാ സംവിധാനത്തിൻ്റെ ഫെയിലർ കൊണ്ടുകൂടി ചിലത് സംഭവിച്ചു എന്നത് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ ഈ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിലെ 14 ബൂത്തുകളിൽ ഏജന്റുമാർ ഇരുന്നില്ല. കുറേ ബൂത്തുകളിൽ പ്രതിരോധം ഇല്ലാത്ത രീതിയിലായിരുന്നു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. അത് മാറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തുള്ള വീഴ്ചയോടൊപ്പം തന്നെ CPM കൃത്യമായി അതിൽ മുതലെടുക്കുകയും ചെയ്തു. അവർ പരമ്പരാഗതമായ കള്ളവോട്ട് ചെയ്യുന്ന രീതിയിൽ 111 ബൂത്തുകളിൽ അവർ 75 മുതൽ 150 വരെ വോട്ടുകൾ, അത് നാട്ടിലില്ലാത്തവരുടെ വോട്ടുകൾ, ആൾമാറാട്ട വോട്ടുകൾ, അതുപോലെ കമ്പാനിയൻ വോട്ടുകൾ, ഇത് കൃത്യമായി 75 മുതൽ 150 വരെ വോട്ട് അവരെല്ലാ 111 വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണക്കൂട്ടുമ്പോൾ തന്നെ 10,565 വോട്ട് മുതൽ 19,000 ചില്ലറ വോട്ട്, 650ഓളം വോട്ടുകൾ സംശയത്തിൻ്റെ നിഴലിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തായിരുന്നു. അത് ചില ബൂത്തുകളിൽ ഇവർ ഇവിടെ ചെറുകുന്ന് പഞ്ചായത്തിലെ ഇവിടെ പഴങ്ങോട്ടത്തെ പ്രദേശമുണ്ട്. അവിടെ ഒരു സ്കൂൾ, അവിടുത്തെ ഒരു സ്ഥാപനത്തിലെ ഇലക്ഷൻ നടത്തിയ ഒരു സംസ്കാര നിലയത്തിലാണ്. ആ സംസ്കാര നിലയത്തിൽ അവിടെ ഞാൻ ഒരു സ്ഥാനാർത്ഥി അവിടെ പോകുമ്പോൾ അവിടെ കലാപരിപാടി നടക്കുന്ന പോലെയുള്ള അവസ്ഥയാണ്. അവിടെ ഏജൻറ്റും ഇല്ല, ഒന്നുമില്ല. അവർ തോന്നിയ പോലെ വോട്ട് ചെയ്യുന്നു. അതായത് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് കുന്നനങ്ങാട് പോളിംഗ് സ്റ്റേഷനിൽ ഒരു CPMൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രത്തിലാണ് പോളിംഗ് ബൂത്ത് പോലും നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചുരുക്കി പറഞ്ഞാൽ കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നമ്മൾ പ്രവർത്തിച്ചാൽ അവിടെ നടന്നത് ഈ വോട്ട് നില ഒരു 19,000 സംതിങ് വോട്ടുകൾ ഇവർ ഈ രീതി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടി വിജയമാണ്. അത് നമ്മുടെ ഭാഗത്ത് സംഘടനാ സംവിധാനം ഫെയിലറുമായി അപ്പുറത്ത് ഈ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിൽ ഞാൻ തയ്യാറാക്കിയ കണക്ക് പ്രകാരം 5,000 സംതിങ് വോട്ടുകൾ, 5,660 വോട്ടോളം നമ്മൾ ലീഡറിന് ജയിക്കാൻ സാധിക്കുന്നൊരു കണക്ക് ഞങ്ങൾ തയ്യാറാക്കി അവതരിപ്പിച്ചു. തെറ്റിച്ചത് ഈ മാട്ടൂൽ മാടായി ഒന്ന് അവിടെയാണ്. അതുപോലെ തന്നെ ഈ കൃത്യമായി ഈ രീതിയിലുള്ള ബൂത്തിലിരിക്കാത്തതുമായി ബന്ധപ്പെട്ട് സംഘടനാ സംവിധാനത്തിൽ ഫെയിലർ, ഈ രണ്ടും കൂടി വന്നപ്പോൾ അത് ഫെയിലറായി വന്നു. ഒപ്പം ഈ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കും കൂടി ചെയ്തിരുന്നെങ്കിൽ വിജയിക്കുന്ന കാര്യം സംശയമില്ല. കാരണം ഇടതുപക്ഷ കേന്ദ്രങ്ങളൊക്കെ നമുക്ക് വോട്ട് ചെയ്യാൻ സന്നദ്ധമായി വോട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ ഭാഗത്ത് പല സ്ഥലങ്ങളിൽ സംഘടനാ സംവിധാനം പല സ്ഥലത്തും അഭ്യർത്ഥന എത്തിക്കാൻ പോലും സാധിച്ചില്ല എന്നതാണ്. സംഘടനാ സംവിധാനം ഫെയിലറായി. അഭ്യർത്ഥന പോലും എത്തിക്കാൻ സാധിക്കാത്ത അവിടെ വന്ന
അവിടെ വന്ന നിരീക്ഷകർ ഉൾപ്പെടെ പറഞ്ഞു ഒരു ഭവനത്തിൽ 3 തവണ കയറണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു തവണ പോലും കയറാൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അത് റിയാലിറ്റി അത്. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തന്നെ ആകെ 10 ആ ദിവസമേ 10 കിട്ടിയുള്ളൂ. ദിവസം കിട്ടിയൊരു ഇലക്ഷന് നോമിനേഷൻ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി 19-ാം തീയതി രാത്രി പ്രഖ്യാപിച്ച പിറ്റേ ദിവസം പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ ആയി അവധി ദിനങ്ങളാണ്. അവസാനം നോമിനേഷൻ കൊടുക്കുന്നത് 23-ാം തീയതി. ലാസ്റ്റ് ഡേറ്റിൻ്റെ 3 മണിക്കാണ് ഈ ടൈമെങ്കിൽ ലാസ്റ്റ് സമയമെങ്കിൽ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നത് 12 മണിക്കാണ്. അത് കഴിഞ്ഞ് സ്ക്രൂട്ടിനി കഴിഞ്ഞു, സ്ഥാനാർത്ഥി പിന്നെ കമ്മിറ്റി എടുത്തു, എല്ലാം ആകുമ്പോൾ 28-ാം തീയതി കഴിഞ്ഞു. 28-ാം തീയതി വരെ എത്തി, ഏകദേശം സംഘടനാ പ്രവർത്തനം സെറ്റായി വരാൻ വേണ്ടി. പിന്നീട് ഉള്ളത് 9-ാം തീയതി ഇലക്ഷൻ, 7-ാം തീയതി തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിയും. 7-ഉം ബാക്കിയുള്ള 28-ൻ്റെ ബാക്കി 10 ദിവസം 11 ദിവസമാണ് കിട്ടിയത്. 184 ബൂത്തിൽ 184 ബൂത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ. ഒരു ബൂത്തിൽ ഒരാൾ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ 4 തവണ കയറണം. ഒരു വീട്ടിൽ 300 മുതൽ 350 വരെ ഒരു ബൂത്തിൽ ഭവനങ്ങളുണ്ടാവും. ഈ 350 വീട്ടിൽ ഭവനം കയറണമെങ്കിൽ രാവിലെ 9 മണിക്ക് ഒരു പ്രവർത്തകൻ കയറണമെങ്കിൽ 9 മണി മുതൽ ഒരു 1:30 വരെ കയറി, അങ്ങനെ ആ ടൈപ്പിൽ 4 തവണ കയറിയാൽ ഒരു റൗണ്ട് പൂർത്തിയാവും. ഒരു റൗണ്ട്. മിക്കവാറും പ്രവർത്തകർ 4 ദിവസം എടുക്കും. 4 ദിവസം എടുത്താലും ഈ 11 ദിവസം കൊണ്ട് അഭ്യർത്ഥനയും ഇതൊക്കെ കൊടുക്കാനൊന്നും സാധ്യമല്ല. ഒരു തവണ പോലും ഒരു തവണ മാത്രമേ എല്ലാവർക്കും എത്തിപ്പെടാൻ സ്ഥാനാർത്ഥി കഴിയൂ. പ്രഖ്യാപനം വൈകിയത് ഒന്നാമത്തെ തെറ്റ്. ഒന്നാമത്തെ അത് സംഘടനാപരമായി ഞാൻ നേരത്തെ പറഞ്ഞതിന് പരിമിതികൾ, സംഘടനാപരമായ ചില വീഴ്ചകൾ ഉണ്ട്. അത് നമ്മൾ ജനാധിപത്യത്തിൽ അല്ല, ഈ അംഗീകരിക്കത്തില്ല. ഇലക്ഷന്റെ ചർച്ചകളൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയതുമാണ്. എന്നിട്ടും ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് 10 ദിവസം മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നുള്ളൂ എന്ന് പറയുന്നത് ഒരു സംഘടനാപരമായ അതായത് ജനാധിപത്യ പ്രസ്ഥാനത്തുകൊണ്ട് ഒട്ടനവധി ചർച്ചകളും കാര്യങ്ങളിലും മറ്റ് കേഡർ പാർട്ടികൾ നടക്കില്ല. എങ്കിലും അവിടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നത് അവിടെ യാഥാർത്ഥ്യം. സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പരിഗണിച്ച മറ്റ് ആളുകളുടെയൊക്കെ ഒരു അവരൊക്കെ പിന്നീട് പിന്തുണക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പരിഗണിച്ച സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രഖ്യാപിക്കുന്നവരെ എല്ലാം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച ശേഷമല്ലേ സ്ഥാനാർത്ഥിയാകും. അതിനു മുമ്പേ ചില ആൾക്കാർക്ക് ഞാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിതമായി പോകുന്നു. ഞങ്ങളൊന്നും ആരോട് പറഞ്ഞതേ ഇല്ല. സ്ഥാനാർത്ഥി ഇത് ആവശ്യപ്പെട്ടു, ചോദിച്ചു, അല്ല സംസാരിച്ചു ഒക്കെ, അല്ലാതെ നമ്മളെവിടെയും പോയി നമ്മൾ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. ചില ആൾക്കാരൊക്കെ ഞാൻ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് കൺഫ്യൂഷൻ ഇടയായത്. അതൊക്കെ ചില പാരകളായി വന്നു എന്ന്. അതൊക്കെ ഉണ്ടായി. അത് കുറേ ആൾക്കാരൊക്കെ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തനം നേരത്തെ പറഞ്ഞില്ലേ, സംഘടനാ സംവിധാനത്തിലെ വീഴ്ചകൾ വരുന്നത് നിങ്ങൾ ആ ഫ്രെയിമിനകത്ത് പലതും ചിന്തിക്കാം, അത്രേ പറയാനുള്ളൂ. അതിൽ തന്നെ ഈ UDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് വോട്ട് കുറയാൻ നിങ്ങൾ കണക്കുകൂട്ടിയ ആ നിലയിലേക്ക് വോട്ട് വരാതിരിക്കാൻ എന്തെങ്കിലും കാരണം സംശയിക്കുന്നുണ്ടോ? സംശയിക്കുന്നത് അവിടെ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനം നേരത്തെ പറഞ്ഞ തന്നെ ലീഡർഷിപ്പിൻ്റെ ഭാഗത്ത് അവിടെ ചില ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ചില കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കിയിരുന്നു. സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്നെക്കുറിച്ച് തിരിച്ചറിയാതെ അവർക്ക് താല്പര്യമില്ല ചില സ്ഥാനാർത്ഥികൾ വരണമായിരുന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ പിന്നെ സ്ഥാനാർത്ഥിയായി ഞാൻ ഫീൽഡിൽ പോയപ്പോൾ ആൾക്ക് തിരിച്ചറിഞ്ഞു. സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകരും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും എന്നെ ജയിപ്പിക്കണം വേണ്ടി കഠിനമായി പ്രവർത്തിച്ചു എന്ന് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ വടിവരയിട്ടിരുന്നു. സാധാരണ UDF മുസ്ലിം ലീഗ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകർക്കും ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വളരെ രീതിയിൽ സ്വീകരണം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തത്ര സാധാരണ പ്രവർത്തകരുടെയും നല്ല രീതിയിലുള്ള സ്വീകരണമായിരുന്നു. അവരെല്ലാവരും ഇപ്പോഴും കണ്ടാൽ എല്ലാവരും അവരോട് കാണിക്കുന്ന സ്നേഹം മാത്രമല്ല, അവർ നിങ്ങൾ ജയിക്കണമായിരുന്നു എന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു. ഇന്നലെ കൂടി ഞാൻ ഇന്ന് ആരും കണ്ടില്ല, ഒരു ദിവസം കുറച്ച് പേരെങ്കിലും പറയാതിരിക്കില്ല എവിടെ വെച്ച് കണ്ടാൽ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ ഈ CPM കേന്ദ്രങ്ങളിൽ നിന്ന് വലിയ വൻതോതിൽ ഒരു വോട്ട് താങ്കൾക്ക് അനുകൂലമായി വന്നു. പക്ഷെ അതേ രീതിയിൽ UDFന്റെ ആ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള കൂടി വോട്ട് വന്നിരുന്നുവെങ്കിൽ അത്ഭുതം സംഭവിക്കുമായിരുന്നു. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നത് CPM കേന്ദ്രങ്ങൾ എവിടെ പോകുമ്പോഴും നമ്മളോട് അക്രമ രീതിയിലെ പെരുമാറ്റം, ആക്രമിച്ചില്ലെങ്കിലും അക്രമ രീതിയിൽ പെരുമാറ്റം, മുഖം കൊണ്ടാവും, അല്ലെങ്കിൽ കൈ കൊണ്ടാവും, അല്ലെങ്കിൽ ഗോഷ്ഠി കാണിച്ചിട്ടെങ്കിൽ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പ് ഒരു CPM പ്രവർത്തകൻ പോലും ഒരു സ്ഥലത്ത് പോലും ഒരു മോശമായ ബിഹേവിയർ നമ്മൾ കാണിച്ചിരുന്നില്ല എന്നൊരു റിയാലിറ്റി. മാത്രമല്ല പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഞാൻ കൈ വീശുമ്പോൾ ചില ആൾക്കാർ കൈ താഴ്ന്ന് വീശും, ആരും കാണാതെ. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഞാൻ അവരുടെ സ്വഭാവം എടുക്കും, മുഖത്ത് നോക്കി ചീത്ത പറയുക,
ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കല്യാശ്ശേരി നിയോജകമണ്ഡലത്തിൽ ഒരു സ്ഥലത്തുനിന്നും തെരഞ്ഞെടുപ്പ് ദിവസം ഒരു പോളിംഗ് സ്റ്റേഷനിൽ കള്ളവോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തടയുമായി ബന്ധപ്പെട്ട് ഏഴോ ചെറിയൊരു വിഷയമുണ്ട്. അത് പിന്നെ ഒരു മിനിറ്റ് നേരത്തെ വിഷയമുണ്ട്. അതൊന്നും നമ്മൾ മുകളിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ ജനറലി CPMൻ്റെ ഭാഗത്ത് CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ അക്രമപരമായ ഉണ്ടായാലും ഞാൻ വെച്ച ബോർഡുകളൊന്നും സാധാരണ ബോർഡൊന്നും വെച്ച ബാക്കിയാവില്ല. അപ്പോൾ ബോർഡുകളൊന്നും നശിപ്പിക്കപ്പെടുകയൊന്നും ചെയ്യില്ല. ഫണ്ടൊക്കെ കൃത്യമായി കിട്ടിയത്. ഫണ്ട് നമ്മൾക്ക് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ ഈ നമ്മൾ C-ക്ലാസ് മണ്ഡലം എന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ടിരുന്നു. എന്നാലും പ്രചരണത്തിന് പണമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അല്ല അത് ഞാൻ ആ രീതിയിലേക്ക് പറയുന്നില്ല. നമ്മളത് പാർട്ടിപരമായ അത് എന്നാലും കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രവർത്തിക്കാൻ കഴിയുന്ന ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാനില്ലല്ലോ. ആ രീതിയിൽ പോയി. കടത്തിലേക്കൊക്കെ പോകേണ്ടി വന്നു. അത് ഞാൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നില്ല. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് റിയാലിറ്റിയാണ്. താങ്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തളിപ്പറമ്പാണ്. തളിപ്പറമ്പ് നിയോജക മണ്ഡലം, തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട അച്ഛനായാലും താങ്കളായാലും തളിപ്പറമ്പുമായി ഒരു ഹൃദയബന്ധം സൂക്ഷിച്ച ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അപ്പോൾ സ്വാഭാവികമായും തളിപ്പറമ്പിൽ മത്സരിക്കുക എന്നത് ഒരു ആഗ്രഹമായിരുന്നില്ലേ? ആഗ്രഹമായിരുന്നു. ഞാൻ സതീശൻ പാച്ചേനി മത്സരിക്കുന്ന സമയത്ത് സതീശൻ്റെ പാച്ചേനിയുടെ കൂടെ ഇപ്പോൾ സതീശൻ പാച്ചേനി ബോർഡ് പോലും എൻ്റെ പഞ്ചായത്തിൽ കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെയാണ് ഏൽപ്പിച്ചത്. സതീശൻ വർഷങ്ങൾക്ക് മുമ്പാണ് മത്സരിച്ചത് KSUവിലെ സമയത്ത്. സതീശൻ പാച്ചേനി അടുത്ത ഒരു സുഹൃത്തായിരുന്നു ഞാൻ. അപ്പോൾ സതീശൻ പാച്ചേനിക്ക് വേണ്ടി തളിപ്പുറം ഇവിടെ ബോർഡ് അവരുടെ ഒക്കെ ചെയ്യാൻ വേണ്ടി പ്രചരണ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പട്ടുവത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ തളിപ്പുറം ചന്ദ്രൻ തില്ലങ്കരി മത്സരിക്കുമ്പോഴും നമ്മുടെ സുരേന്ദ്രേട്ടൻ മത്സരിക്കുമ്പോഴും MK രാഘവൻ മത്സരിക്കുമ്പോൾ എല്ലാം ചന്ദ്രൻ തില്ലങ്കരി പാച്ചേനി എല്ലാവരും മത്സരിക്കുമ്പോൾ ഞാൻ കഴിയുന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് 2011 കല്യാശ്ശേരി നിയോജക മണ്ഡലത്തിൽ വന്നപ്പോൾ അമൃത രാമകൃഷ്ണൻ മത്സരിക്കുമ്പോഴും ഇന്ദിര മത്സരിച്ചു. ഇന്ദിര മത്സരിക്കുമ്പോഴൊക്കെ കല്ലേറ് കൊണ്ടിട്ട് എൻ്റെ കാലിൽ മുറിഞ്ഞ് സ്റ്റിച്ചായി ഞാൻ ആശുപത്രി കിടന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ആഹ്ലാദ പ്രകടനം അവർ നിയമസഭ കേരള ഭരണം കിട്ടിയതിൻ്റെ ആഹ്ലാദ പ്രകടനം CPMകാർ കല്ലെറിഞ്ഞ് ജാഥയ്ക്ക് ഞാനാ മുമ്പിലുണ്ടായിരുന്നു. കല്ലേറ് എനിക്കാണ് കൊണ്ടത്. എൻ്റെ കാല് മുറിഞ്ഞ് ഞാൻ ആശുപത്രി കിടന്നത്. അപ്പോൾ ചുരുക്കി അവർ മത്സരിച്ചപ്പോൾ ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ബ്രിജേഷ് കുമാർ നോമിനേഷൻ പ്രഖ്യാപിച്ച് ആദ്യം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അമ്പലത്തിലാണ് പോകുന്നത്. അന്ന് മുതൽ വോട്ട് എണ്ണുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ ദിവസവും കഠിനാധ്വാനം പ്രവർത്തിച്ചു അവിടുത്തെ എല്ലാം. അപ്പോൾ അതൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതുപോലെ കഠിനമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പിൽ പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷേ തളിപ്പറമ്പ് ചെറുപ്പത്തിൽ മാത്രമല്ല, തളിപ്പറമ്പ് ടൗണിലുള്ള പഴയകാല ആൾക്കാരെ എൻ്റെ പിതാവിനും അതുപോലെ പിതാവിൻ്റെ പിതാവും അദ്ദേഹത്തിന് വളരെ നെല്ല് കച്ചവടം ഉൾപ്പെടെ വലിയൊരു കൃഷിക്കാരായിരുന്നു. തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട മേഖലയിലൊക്കെ തന്നെ എല്ലാം ബന്ധങ്ങളാണ്, എല്ലാ കാര്യങ്ങളും ബന്ധങ്ങളാണ്. അപ്പോൾ തളിപ്പറമ്പ് നമുക്ക് നല്ലൊരു ബന്ധമുള്ള ഒരു പ്രദേശമാണ്. എല്ലാവരോടും വളരെ അടുത്തറിയാം, എല്ലാ ജനവിഭാഗങ്ങളിലും അടുത്ത് ബന്ധുവിൻ്റെ ഏരിയ. അതുകൊണ്ട് അത് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റല്ലല്ലോ, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അപ്പോൾ ആഗ്രഹം അറിയിക്കുകയും ചെയ്തു AICC നേതൃത്വത്തെ അടക്കം. പിന്നെ രാഷ്ട്രീയ സാഹചര്യം വന്നപ്പോൾ ഈ തളിപ്പറമ്പിൽ ഇത്തവണ ഏത് വിധേനയും UDF ജയിക്കും, എന്തായാലും ജയിക്കും. ഈ വിസ്മയം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരുപക്ഷെ CPMൽ നിന്നും വിട്ട് TK ഗോവിന്ദൻ വന്ന് മത്സരിച്ചത് കൊണ്ട് മാത്രം വിജയിച്ചതാണോ ഈ തളിപ്പറമ്പ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ തവണ UDF ജയിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല എതിർ സ്ഥാനാർത്ഥി അത് CPMൻ്റെ സ്ഥാനാർത്ഥി സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ആ പാർട്ടിക്കകത്ത് തന്നെ വിഷയങ്ങളുള്ളത് കൊണ്ട് കൂടി UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടി സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ UDF എടുത്ത ചില കാര്യങ്ങളുണ്ട്, വിസ്മയങ്ങൾ ഉൾപ്പെടെ ചില കാര്യങ്ങൾ. അപ്പോൾ അത്തരം നയപരമായ ചില കാര്യങ്ങൾ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് തളിപ്പുറം മത്സരിച്ചത്. എന്തായാലും ഇത്തവണ UDF അവിടെ ജയിക്കും എന്ന് ഉറപ്പായിരുന്നു. പയ്യന്നൂർ അങ്ങനെയല്ല, പയ്യന്നൂര് കുഞ്ഞികൃഷ്ണൻ എഫക്ട് ഉണ്ടായി. കുഞ്ഞികൃഷ്ണന്റെ എഫക്ട് തന്നെയാണ്. തളിപ്പറമ്പിൽ പക്ഷേ രാഷ്ട്രീയമായി ഇത്തവണ UDFന് ജയിക്കാൻ കഴിയുന്ന എന്തായാലും ഒരു സാഹചര്യം ജയിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഗോവിന്ദൻ മാഷായത് കുറച്ചുകൂടി എളുപ്പമായി. ഗോവിന്ദൻ മാഷായതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പമായി. ആ പാർട്ടി തന്നെ വന്ന ഒരാളായിരുന്നു. അത് ഒരുപക്ഷെ ഇപ്പോൾ CPMന്റെ ഭാഗമായി നിന്ന് അതിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ അവിടെ വിജയിക്കുന്നു. അതിനു പകരം UDF സ്ഥാനാർത്ഥി തന്നെ അവിടെ മത്സരിച്ച്, കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി തന്നെ അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ അവസ്ഥയേക്കാൾ
വലിയ ഒരു നേട്ടം UDF ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ CPM-ന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അത് അവരുടെ സംവിധാനത്തിനെതിരെ പറഞ്ഞ് പുറത്തു വന്ന് മത്സരിച്ചു വിജയിച്ചു എന്നതിനപ്പുറം UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ ആ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിച്ചിരുന്നുവെങ്കിൽ കാലാകാലത്ത് നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടാകുമായിരുന്നില്ലേ? അത് ആ രീതിയിലല്ല. കേരള രാഷ്ട്രീയത്തിൽ മൊത്തത്തിലെടുത്ത് ചില പാർട്ടി എടുത്ത ചില നയപരമായ ചില തീരുമാനങ്ങളുണ്ട്. അതിപ്പം സുധാകരൻ്റെ വിഷയത്തിലായാലും, അത് TK ഗോവിന്ദൻ മാഷായാലും, അതുപോലെ പയ്യന്നൂരെ വിഷയത്തിലായാലും, പയ്യന്നൂര് മണ്ഡലത്തെ വിഷയത്തിലായാലും മൊത്തത്തിലെടുത്ത തീരുമാനമുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി UDF അധികാരത്തിൽ വരാൻ ചില നീക്കുപോക്കുകൾ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് UDF അധികാരത്തിൽ വരാൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെയ്ത ഒരു നയപരമായ തീരുമാനം. അതുകൊണ്ട് അതിനെ നമ്മൾ മറ്റൊരർത്ഥത്തിലേക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അത് നേരെ ചിന്തിക്കുമ്പോൾ അങ്ങ് തോന്നാം എങ്ങനെ കോൺഗ്രസ് ആണ് നല്ലത്, UDF നല്ലത്. പക്ഷേ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ സ്വതന്ത്ര ഇപ്പോഴും അവിടെ ഒരു UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ലല്ലോ. അവിടെ ഒരു CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഒരു വിമതൻ, CPM വിമതൻ വിജയിച്ചു എന്നതിനപ്പുറത്തേക്ക് UDF-ന്റെ ഒരു മണ്ഡലമാക്കി അതിനെ മാറ്റാൻ ആ വിഷയത്തിൽ ഒരു പരാജയമല്ല. ഇപ്പൊ എനിക്ക് മത്സരിക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസ് ഒരാൾ വ്യക്തിയല്ലല്ലോ പ്രശ്നം. നമ്മുടെ പ്രസ്ഥാനത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. പ്രസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ചില തീരുമാനങ്ങൾ വരുമ്പോൾ നമ്മൾ പാർട്ടി പ്രവർത്തകർ അതിന് വിധേയമായി പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അവർ നേതൃത്വത്തിലുള്ളവർ അതിനനുസരിച്ച് മാറ്റങ്ങൾ കേരളത്തിൽ മൊത്തം ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചു. CPM-നെ അവിടെ നിന്ന് ഇറക്കി പിണറായി വിജയൻ്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത് തന്നെയാണ് നമ്മളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രഖ്യാപിച്ചത്. ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞതും വിസ്മയങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. ആ സമയത്തൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു, ഈ TK ഇങ്ങനെ വരാൻ പോകുന്നു, മത്സരിക്കാൻ പോകുന്നു? അതിൻ്റെ ഇടയിൽ സൂചന തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അതിൻ്റെ സൂചന കിട്ടിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പാർട്ടി തലങ്ങളിലും ചർച്ച വന്നായിരുന്നു. നിങ്ങൾക്ക് അഭിപ്രായം എന്താ? ആ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു പാർട്ടി എന്ത് തീരുമാനിക്കുന്നു അതിന് വിധേയമായി. പാർട്ടി ഇപ്പൊ ആര് അധികാരത്തിൽ, ഇവിടെ UDF അധികാരത്തിൽ വന്നേ ആ ഘട്ടത്തിൽ TK മത്സരിപ്പിക്കാൻ പോകുന്നു എന്ന വിഷയം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒക്കെ പരസ്യമായി അവിടെ നമ്മുടെ കൊയ്യമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. UDF കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ തന്നെ വിജയിക്കും, പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാൾ വരുന്നത് എന്ന ചോദ്യം പ്രാദേശികമായി അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം അടക്കം അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയതുമാണ്. അത് നമ്മൾ ശരിയായ ഒരു നിരീക്ഷണം തന്നെയല്ലേ അത്? അല്ല, ശരിയാ. അത് ഒരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ചിട്ടും ഒരു ജില്ലയെ കേന്ദ്രീകരിച്ചിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷേ ഒരു സ്റ്റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ചെയ്യുന്ന നീക്കുപോക്കുകൾ മൊത്തമാണ്. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ആ സാക്രിഫൈസ് ചെയ്യുന്നതിന് നമ്മൾ പാർട്ടി പ്രവർത്തകർ നമ്മൾ അതിന് വിധേയമായി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായി ചെയ്ത ഒരു അടുത്ത തവണ ഉറപ്പായും അത് കോൺഗ്രസിന്റെ കൈകളിൽ. അത് ആ സമയത്തുള്ള തീരുമാനം. എപ്പോഴും സ്വാതന്ത്ര്യം കൊടുക്കാനൊന്നും തീരുമാനമൊന്നുമില്ലല്ലോ. അത് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമായി ചെയ്തു. അത് ഇനി തുടർന്നും അങ്ങനെ വേണമെന്നില്ലല്ലോ. അത് പിന്നെ ആ സമയത്ത് എന്തായാലും ഈ തളിപ്പറമ്പ് ഇത്തവണ വലിയ രീതിയിൽ വോട്ടും UDF കൂടുതൽ അവിടെ ചേർത്തു. എന്തായാലും തളിപ്പറമ്പിൽ ഒരു അടിയൊഴുക്കിന് സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടൽ TK ഗോവിന്ദനും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചാട്ടം അവിടെ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഇവിടെ നമ്മുടെ കൊയ്യൻ ജനാർദ്ദനടക്കം മത്സരിക്കുന്ന താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരാൻ കാരണം ഈ നീക്കുപോക്കുകൾ അടിത്തട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ മത്സരിക്കണമെന്ന് സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം. കൊയ്യത്തെ CPM ഇറക്കിയതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗമായി മാറുന്ന അവസ്ഥ വന്നുപോയി. അത് വെച്ചാൽ അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ചത് അദ്ദേഹം മത്സരിക്കുന്ന ആഗ്രഹത്തിൽ വന്നതാണ്. അത് കിട്ടാതെ അപ്പോൾ നിരാശ, സ്വതന്ത്രമായി മത്സരിക്കാൻ തയ്യാറായി. പിന്നീട് അദ്ദേഹം അത് പിന്മാറേണ്ടതാണ്. അദ്ദേഹം പിന്നെ പാർട്ടി പറയുന്നതനുസരിച്ച് പിന്മാറിയിരുന്നെങ്കിൽ അന്നേ അദ്ദേഹം ഭരണം കിട്ടിയ ഒരു പദവിയും ലഭിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം അത് തയ്യാറായി. അദ്ദേഹം ഇത്രയും പരിചയസമ്പന്നനായ വർഷങ്ങളിലുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പോലും എവിടെയോ അദ്ദേഹത്തിന് പാളിച്ചു പറ്റും. അത് വെച്ച് ഇപ്പോൾ ഭരണം തുടങ്ങി ഏതാണ്ട് 3 മാസം പിന്നിട്ടു. 3 മാസം ഈ 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ്
വി ഡി സതീശൻ സർക്കാർ ഭരിക്കുന്നത്, ഈ 3 മാസത്തെ ഭരണം ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ വിവാദങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ അകപ്പെട്ടു പോയി. നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ അസ്തമിച്ചു പോയോ? ഒരിക്കലും അസ്തമിച്ചിട്ടില്ല. പ്രതീക്ഷ ഓരോ ദിവസം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. അത് ഈ ഒരു പുതിയ ഇവിടെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ലഹരി ഇപ്പം ഓപ്പറേഷൻ തൂഫാൻ നിങ്ങൾ കാണാം. എവിടെയും ലഹരി പിടിക്കുക. അധ്യാപകന്മാർ ലഹരിയുടെ പേരിൽ അധ്യാപകന്മാരൊക്കെ പിടിക്കപ്പെടുക. അതുപോലെ ഇവിടെ പുത്തെളിഞ്ഞ ഡിസോർഡറായ ഒരു ഭരണ സംവിധാനമാണ് ഇവിടെ റിയാലിറ്റിയാണ് എല്ലാ മേഖലയും, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ. അപ്പോൾ ഇതൊക്കെ പഠിച്ച് ശരിയായി വരേണ്ടെങ്കിൽ ഒരു 3 മാസത്തെ സമയമെങ്കിലും നമ്മൾ കൊടുക്കാതെ വി ഡി സതീശൻ പോയി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഏതോ 3-4 കറി അധികമായി പോയതിൻ്റെ പേരിൽ സാധാരണ നമ്മളെ ഇങ്ങോട്ടൊക്കെ വന്ന് നമ്മളൊരു VIP വരുമ്പോൾ കറിയെ കുറച്ച് അധികം ഉണ്ടാക്കില്ല. ഏതായാലും ഇപ്പോൾ നമ്മളൊരു വിരുന്നിന് വിളിച്ചാൽ തന്നെ വീട്ടിൽ പോകുമ്പോൾ അവർ കുറേ കറികൾ കുറച്ച് കൂട്ടി വെക്കും. അതൊക്കെ ഫോട്ടോ എടുത്തിട്ട് വരും. അതൊക്കെയാണ് വിവാദം ഇവിടെ. വേറെ ഒന്നുമില്ല. വി ഡി സതീശൻ വന്നതിന് ശേഷം അദ്ദേഹം നികുതി പിരിവ് ഉൾപ്പെടെ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നത്. അത് നിങ്ങൾ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചാൽ അത് മനസ്സിലാവും. വില്ലേജ് ഓഫീസുകളിൽ പോലും പഴയകാല കുടിശ്ശിക മുഴുവൻ പിരിച്ചെടുക്കാൻ വേണ്ടി എല്ലാവർക്കും നോട്ടീസ് വന്നിരിക്കുകയാണ്. അത് ഇലക്ട്രിസിറ്റി ആയും വാട്ടർ അതോറിറ്റി ബില്ലായാലും ഉൾപ്പെടെ എന്തൊക്കെ റിക്കവറി നടപടികൾ പെൻഡിങ്ങായി കിടക്കുന്നുണ്ടോ എല്ലാം പിരിച്ചെടുത്തുകൊണ്ട് ഈ ധനസ്ഥിതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഭരിക്കാൻ പോകുക. 3 മാസം വരെ അവസരം കൊടുക്കേണ്ടി. ഇത് എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു കൂലിക്കാറെ വെച്ചിട്ട് വി ഡി സതീശനെതിരെ ശക്തമായി നെഗറ്റീവ് വാർത്തകൾ കൊടുക്കുക. അതിനായി കുറേ ആൾക്കാർ ഇത് ഒരു സമയപരിധിയില്ലേ ഒരാൾക്ക് ഇതൊക്കെ ഇപ്പോൾ ഒരു മന്ത്രി ഓഫീസിൽ വന്നാൽ മൊത്തം സ്റ്റാഫിനെ നിയമിക്കുന്നു. ഈ സ്റ്റാഫിനെ നിയമിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റാഫ് ഇവിടെ വരുന്ന ലക്ഷക്കണക്കിന് അപേക്ഷ കുന്നുകൂടുന്നു. ഈ കാര്യങ്ങളിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കേണ്ട വിഷയമില്ല. ഇതൊക്കെ ഒരു സെറ്റായി വരണമെങ്കിൽ തന്നെ ഒരു 1-2-3 മാസം കഴിയും. എങ്കിൽ മാത്രമേ ഇതൊരു ആ ഒരു രീതിയിലേക്ക് റെഗുലറായി വരൂ. ആ സമയം പോലും കൊടുക്കാതെയാണ് വി ഡി സതീശനെ വിമർശിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ മാത്രമല്ല, ഇവർ ഇതുവരെ കാണാത്ത ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കും എന്ന കാര്യം തർക്കമില്ല. മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലായാലും AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ കേരളത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എല്ലാ മേഖലയിലും ഈ ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തതാണ്. അതുകൊണ്ട് ഈ ഭരണം നിലനിർത്തി നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കാര്യം യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി ചർച്ചയൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ KC വേണുഗോപാൽ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനേ അല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തി BJPയുടെ ഏജന്റ് എന്നുവരെ കോൺഗ്രസിൻ്റെ UDFന്റെ ഹാൻഡിലുകളിൽ നിന്ന് വന്നു. അതൊക്കെ ശരിക്കും ഒരു കോൺഗ്രസ്സുകാരന് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? KC വേണുഗോപാലിനെ കുറിച്ച് അത്തരം മോശം പരാമർശം നടത്തുന്നവർ കോൺഗ്രസിൻ്റെയോ UDFൻ്റെ ഭാഗത്ത് ചെയ്ത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് ഒരു പരിധിവരെ കോൺഗ്രസിൻ്റെ പ്രൊഫൈൽ വെച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രൊഫൈൽ വെച്ചുകൊണ്ട് വ്യാജ ഫേക്ക് ID ഉണ്ടാക്കിക്കൊണ്ട് ഒട്ടനവധി ആൾക്കാർ KC നമ്മളെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അത് ശരിയാണ്. തെരുവിൽ നമ്മുടെ മുന്നിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തന്നെ കൊടി പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ശരിയാണ്. അപ്പോൾ അതിനകത്ത് വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ KC വേണുഗോപാലും വി ഡി സതീശനും ഉൾപ്പെടെ ലീഡേഴ്സിനൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം പിടിക്കുന്നതിൽ സ്വീകരിച്ച ആ ഒരു സ്ട്രാറ്റജി അത് ശരി എന്ന് പറയാൻ കഴിയുമോ? അല്ല, ജനാധിപത്യത്തിൽ പേരുകൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമല്ലേ. പക്ഷെ അത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്ത് തന്നെ തീർക്കുമല്ലോ. അതുവരെ സാവകാശം. അത് KC വേണുഗോപാലിന് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ ആ ഘട്ടത്തിലൊക്കെ നടന്നത്? അത് തീർച്ചയായും. ഇപ്പോൾ താങ്കളാണെങ്കിൽ താങ്കളെ കുറിച്ചാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു പേര് വന്നു എന്നതുകൊണ്ട് MLA-മാരുടെ പിന്തുണയുണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പരസ്യമായി തെരുവിൽ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്നു? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. KC വേണുഗോപാൽ KSUവിൻ്റെ നേതാവായി, മാതമംഗലം ഹൈസ്കൂൾ KSUവിൻ്റെ നേതാവായി, AICC ജനറൽ സെക്രട്ടറി ഇവരായത് വളരെ കഠിനാധ്വാനം ചെയ്തു. മാത്രമല്ല KC വേണുഗോപാൽ ഒരു തികഞ്ഞ കോൺഗ്രസ്സാണ്. അതായത് അദ്ദേഹത്തിന് വേറെ ഒരു തരത്തിലുള്ള വേറെ ബിസിനസ്സും ഇല്ല. ഫുൾ ടൈം കോൺഗ്രസ് വികാരം കൊണ്ട് നടക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. ഊണിലും ഉറക്കത്തിലും KC വേണുഗോപാൽ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചിരിക്കുന്നത് അത് 100% അംഗീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതൊക്കെ ഒരു പാർട്ടിക്ക് ഒരു മുറിവേറ്റ സംഭവം തന്നെയാണ്. KC വേണുഗോപാൽ അധിക്ഷേപിച്ചത് മുറിവേറ്റ സംഭവം. കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നമ്പർ 2 ആയി പ്രവർത്തിക്കുന്ന ലീഡർഷിപ്പ്. പ്രസിഡന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സംഘടനാ
ചുമതലയുള്ള സെക്രട്ടറിയാണ്. ആ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വേദിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും സംഘടനാ വിരുദ്ധം തന്നെയാണ്. പാർട്ടിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതിൽ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും നമ്മൾ ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ പോകുമ്പോൾ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താങ്കൾ സംതൃപ്തനാണ്? സാമൂഹ്യ സേവനത്തിൽ നമ്മൾ പിതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം മഹാത്മാഗാന്ധി എന്താണ് പറഞ്ഞത്, നമ്മുടെ ഏതൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണഫലം അവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവന് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഒരു പദ്ധതി നടപ്പാക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഗ്രാമത്തിൻ്റെ പുരോഗതിയാണ് ഭാരതത്തിൻ്റെ ആത്മാവ്. ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ പുരോഗതിയാണ് നമ്മുടെ നമ്മുടെ ലക്ഷ്യമായി മാറേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ ഗ്രാമത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും അധികാരം നമ്മൾ ബാധിക്കുന്നേ ഇല്ല. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരാൾ സേവനം ചെയ്യണമെങ്കിൽ നമുക്ക് അധികാരത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് റോഡ് അനുവദിക്കുന്നില്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല, ഗ്രാമത്തിലേക്ക് വീണ്ടും അതിൽ കേസ് കൊടുത്താലും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിച്ചാൽ നമുക്ക് ജനങ്ങൾ സേവനം എത്തിച്ചു കൊടുക്കാൻ പറ്റും. ജനങ്ങളെ സേവിക്കുക എന്നതിന് അധികാരം ഒരു ഘടകമേ അല്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം പ്രവർത്തിച്ചതുകൊണ്ട് ഒരുപാട് സേവനം നമ്മൾ എന്താണോ മനസ്സിൽ ലക്ഷ്യം വെച്ച് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. പിന്നെ ജനാധിപത്യ പ്രസ്ഥാനമായ സംഘടനാപരമായ ചില കാര്യങ്ങൾ അത് ചില വീഴ്ചകളുണ്ടെങ്കിലും ആ സംഘടനാപരമായ സമയബന്ധിതമായി പ്രസ്ഥാനത്തിലേക്ക്, അതായത് ഗ്രാമങ്ങൾ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഒട്ടനവധി നല്ല കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. എനിക്കറിയാം KSUവിൻ്റെ കാലം മുതൽ ഞാൻ കൂടെ പ്രവർത്തിച്ച കോളേജ് ക്യാമ്പസുകളിൽ നല്ല ആകാശം പോലെ വിശാലമായ മനസ്ഥിതിയിലെ ഒരുപാട് പ്രവർത്തകർ, പലരും അതായത് വളരെ സന്നദ്ധ പ്രവർത്തനം നടത്താൻ തയ്യാറായവർ, ത്യാഗമനസ്ഥിതിയിൽ ഒട്ടനവധി ലീഡർഷിപ്പിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അത്രയും ആൾക്കാരൊക്കെ ഈ പുറത്തുണ്ട്. അവരെയൊക്കെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും സമയബന്ധിതമായി പുനഃസംഘടന നടത്തുവാനും ഓരോരുത്തരുടെ കഴിവനുസരിച്ച് ഓരോ പ്രദേശങ്ങളിൽ അവർക്ക് പാർട്ടി ചുമതല നൽകി ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാനും ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ഈ ഏകാധിപത്യ പ്രസ്ഥാനങ്ങളെ, അതുപോലെ തന്നെ BJP ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെയുള്ള ഏകാധിപത്യ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കാനും ഇവിടെ മതേതര സമൂഹത്തെ നമ്മുടെ ഭരണഘടനക്കനുസരിച്ചുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജീവൻ കപ്പച്ചേരിയെ നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കളുടെ ഉത്തരം എന്തായിരിക്കും? നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കല്യാശ്ശേരിയിൽ സീറ്റ് തന്നത്. കല്യാശ്ശേരി സീറ്റ് അത് അല്ലെങ്കിൽ കല്യാശ്ശേരി സീറ്റ് കിട്ടില്ലല്ലോ. അത് റിയാലിറ്റി തന്നെ. അതിൽ നമുക്ക് തടസ്സങ്ങളൊന്നും. നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. ലീഡർഷിപ്പിൽ എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലതേ ഒരു ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നത്, ഇവിടെ ചാർജ് വന്ന് ഒരാൾ ഇങ്ങനെ വന്ന് വേണുഗോപാൽ റാവു, അദ്ദേഹം പ്രസംഗിച്ചത് യോഗത്തിൽ പ്രസംഗിച്ച വണ്ടർഫുൾ കാൻഡിഡേറ്റ് എന്നാണ്. വണ്ടർഫുൾ കാൻഡിഡേറ്റ് ഓർ സില്ലി അലിഗേഷൻ ഇല്ലാത്തൊരു കാൻഡിഡേറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി പ്രവർത്തിക്കണം. 3 തവണ അദ്ദേഹം ഭയങ്കര വാചാലനായി പ്രവർത്തിച്ചു. അങ്ങേരെ ഏറ്റവും കൂടുതൽ നമ്മൾ ജയിക്കണമെന്ന് പറഞ്ഞ് പ്രവർത്തിച്ച ഒരാളാണ് വേണുഗോപാൽ റാവു, ഇവിടെ ചാർജ് പത്ത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ സത്യസന്ധമായി, ധാർമ്മികപരമായി, മാന്യമായി തന്നെ രാഷ്ട്രീയം പ്രവർത്തിച്ചിട്ടുണ്ട്. ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അധികാരം ഒരു ഘടകമേ അല്ല. ആര് ഭരിക്കുന്നതൊന്നും ഘടകമല്ല. നമ്മൾ ഒരു സാമൂഹിക പ്രവർത്തനം, രാഷ്ട്രീയത്തിനപ്പുറം ഒരു സാമൂഹിക ബോധം അതിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. അത് തുടരും എന്നാണ് പറയുന്നത്. എന്തായാലും തുറന്ന പുസ്തകമാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നു പറയുക കൂടിയാണ് രാജീവൻ കപ്പച്ചേരി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഹീറോ അദ്ദേഹത്തിൻ്റെ പിതാവ് കപ്പച്ചേരി നാരായണൻ തന്നെയായിരുന്നു. ആ പിതാവ് കാട്ടിയ വഴികളിലൂടെയാണ് രാജീവൻ കപ്പച്ചേരി സഞ്ചരിച്ചത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ മത്സരിക്കുക എന്നതായിരുന്നു ആഗ്രഹം. അത് പാർട്ടി നേതൃത്വത്തെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ കല്യാശ്ശേരിയിലേക്ക് മാറ്റി. ആ കല്യാശ്ശേരിയിലും മികച്ച പോരാട്ടം നടത്താൻ രാജീവൻ കപ്പച്ചേരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മികച്ച പോരാട്ടം എന്നതിനപ്പുറത്തേക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്ന നിരീക്ഷണം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതിൽ സംഘടനാപരമായ പല വീഴ്ചകളുമുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് രാജീവൻ കപ്പച്ചേരി. എന്തായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് തീക്ഷ്ണമായിരുന്നു, സംഘർഷഭരിതമായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ സംഘടനാ സംവിധാനത്തിലേക്ക് KSUവിലൂടെ, യൂത്ത് കോൺഗ്രസിലൂടെ ആ പ്രവർത്തനം തുടരുകയാണ് രാജീവൻ കപ്പച്ചേരി. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെ പാർട്ടി നേതൃത്വം ഇനി അങ്ങോട്ട് കാണട്ടെ, അദ്ദേഹത്തിന് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്
കണ്ണൂർ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.